നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒമിക്രോൺ ആശങ്ക കൂടാതെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിലവിൽ കൊറോണ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നവരുടെ എണ്ണം ഏറി വരികയാണ്. ഇതിനോടകം തന്നെ പല ഗൾഫ് രാഷ്ട്രങ്ങളും കടുത്ത നിബന്ധനകൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോഴാ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കുവൈറ്റിലെത്തുന്നവർക്കുള്ള ക്വാറന്റൈൻ PCR വ്യവസ്ഥകളിൽ ഇന്നു മുതൽ മാറ്റം വരുമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുന്നു. കുവൈറ്റിലെത്തുന്നവർ 48 മണിക്കൂറിനുള്ളിലുള്ള PCR നെഗറ്റീവ് ഫലം നൽകണം. ഇതുവരെ 72 മണിക്കൂറിനുള്ളിലെ ഫലം മതിയായിരുന്നു. ഇതുകൂടാതെ രാജ്യത്ത് എത്തുന്നവർക്കുള്ള ക്വാറന്റൈൻ 7 ദിവസത്തിന് പകരം 10 ദിവസമാക്കി ഉയർത്തിയിട്ടുണ്ട്. കുവൈറ്റിലെ 72 മണിക്കൂറിന് ശേഷം നടത്തുന്ന PCR പരിശോധനയിൽ നെഗറ്റീവ് ആണെങ്കിൽ ക്വാറന്റൈൻ അവസാനിപ്പിക്കാവുന്നതാണ്. അതായത് 3 ദിവസം നിർബന്ധിത ഹോം ക്വാറന്റൈൻ കർശനമാക്കാനാണ് തീരുമാനം. കൂടാതെ 2 ഡോസ് പൂർത്തിയാക്കി 9 മാസം പിന്നിട്ടിട്ടും ബൂസ്റ്റർ ഡോസ് വാക്സിൻ എടുക്കാത്തവർക്ക് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്താനും മന്ത്രിസഭ നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ജനുവരി 2 മുതലാണ് ഇത് നിലവിൽ വരിക. മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലൂടെ രജിസ്റ്റർ ചെയ്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലെത്തി കുത്തിവയ്പ് എടുക്കാവുന്നതാണ്. ആഗോളതലത്തിൽ തന്നെ ഒമിക്രോൺ വൈറസ് പടരുകയും കുവൈറ്റിലെ പ്രതിദിന കേസുകളിൽ വർധന അനുഭവപ്പെടുന്ന പശ്ചാത്തലത്തിലും ചേർന്ന കുവൈറ്റ് മന്ത്രിസഭാ യോഗമാണ് ക്വാറന്റൈൻ PCR വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ഒമിക്രോൺ ഭീതിയുടെ പശ്ചാത്തലത്തിൽ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ട യാത്രാ നിബന്ധനകളിൽ നിന്ന് കുവൈറ്റിലേക്ക് തിരികെ എത്തുന്ന ആരോഗ്യ പ്രവർത്തകരെ ഒഴിവാക്കണമെന്ന് ആവശ്യം. കുവൈറ്റ് മെഡിക്കൽ അസോസിയേഷനാണ് കൊറോണ എമർജൻസിക്കായുള്ള മന്ത്രിതല കമ്മിറ്റിയോട് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. രാജ്യത്ത് ഒമിക്രോൺ വൈറസിനെതിരായ പ്രതിരോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് 10 ദിവസം ക്വാറന്റൈൻ ഏർപ്പെടുത്തണമെന്നതാണ് ജനുവരി മുതൽ നടപ്പിലാക്കാൻ പോകുന്ന വ്യവസ്ഥ. രാജ്യത്ത് എത്തിയ ശേഷം 72 മണിക്കൂർ കഴിഞ്ഞ് PCR ടെസ്റ്റ് നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയാണെങ്കിൽ ഇവർക്ക് ക്വാറന്റൈൻ അവസാനിപ്പിക്കാനും അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ക്വാറന്റൈൻ വ്യവസ്ഥയിൽ നിന്ന് ആരോഗ്യ പ്രവർത്തകരെ ഒഴിവാക്കണമെന്നാണ് കുവൈറ്റ് മെഡിക്കൽ അസോസിയേഷന്റെ ആവശ്യം. അവരുടെ ജോലിയുടെ സ്വഭാവം പരിഗണിച്ചാണ് ഈ ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.